ഇത് ഞാൻ നട്ട് വളർത്തിയതാട്ടോ. ഈ വർഷമാണ് ആദ്യമായിട്ട് മാങ്ങ ഉണ്ടാവുന്നത്. 5ലും 6ലും പഠിക്കുമ്പോഴാണ് പരിസ്ഥിതി ദിനത്തിൽ ഒരു മാവിന്റെ തൈ ഇട്ടുന്നത് സ്കൂളിൽ നിന്ന്. ഞാൻ തന്നെ അത് കുഴിച്ചിട്ടതും. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് എങ്ങനെയോ ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ശേഷം ഉമ്മാക്ക് എവിടുന്നോ കിട്ടിയതായിരുന്നു ഈ ഒരു മാവിന്റെ തൈ. സ്കൂളിൽ നിന്ന് കിട്ടിയ മാവിന്റെ തൈ ഉണങ്ങിപ്പോയതിന്റെ സങ്കടം തീർക്കാൻ ഈ ഒരു മാവ് ഞാൻ തന്നെയാണ് കുഴിച്ചിട്ടത്. ഇതിൽ തന്നെ ഒരു കേടായ മാങ്ങ കണ്ടപ്പോൾ നല്ല സങ്കടമായിട്ടോ. ഫസ്റ്റ് ഈ ഒരു മാവിന്ന് പറിച്ചെടുത്തതും ആ ഒരു കേടായ മാങ്ങ. എന്നാലും ഒരുപാട് നല്ല മാങ്ങ ഇതിലുണ്ടല്ലോ എന്നൊരു ആശ്വാസം കൂടി ഉണ്ടായിരുന്നു. ഈ കാണുന്ന ഞങ്ങളുടെ വീടിന്റെ ബാക്ക് സൈഡ് ആണ് കേട്ടോ. അവിടെ ഒരു തോടും കുളമൊക്കെ ഉണ്ട്. അത് ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കാം. ഇതാണ് കേട്ടോ ഞങ്ങളെ വീടിന്റെ പരിസരം കാണാൻ നല്ല ഭംഗിയാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞതാണ്. കിട്ടിയത് കേടായ മാങ്ങയാണെങ്കിലും ഫസ്റ്റത്തെ മാങ്ങ ആയതുകൊണ്ട് കളയാൻ തോന്നിയില്ല. ഒന്ന് കഴുകി നോക്കാം. ഒരു ഭാഗം കേടാണെങ്കിലും മറ്റേ ഭാഗത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും പല വിധത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് ആ മാങ്ങ കഴിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ. പിന്നെ ഈ ഒരു ഫ്രാഷൻ ഫ്രൂട്ട് അത് ആരും കുഴിച്ചിട്ടോന്നല്ല കേട്ടോ. നമ്മളെന്തോ ഫ്രാഷൻ ഫ്രൂട്ട് തിന്നിട്ട് അതിന്റെ കുരു മുളച്ചുണ്ടായതാണ്. ഈ ഒരു കായ് ഞാൻ പറിച്ചപ്പോഴേ അമ്മ പറഞ്ഞത് അത് ആയിട്ടുണ്ടാവൂല എന്ന് കേൾക്കാതെ ഞാൻ പറിച്ചത്. അമ്മ പറഞ്ഞത് ശരിയാണ്. ശരിക്കൊണ്ടായിട്ടുണ്ടായിരുന്നില്ല. അത് വെറുതെ അതും കളഞ്ഞപ്പോൾ ഫസ്റ്റ് ആയിട്ട് കിട്ടിയ ഫ്രഷ് ഫ്രൂട്ട് ആയിരുന്നു. ഫസ്റ്റ് ആയിട്ട് കിട്ടിയ മാങ്ങ ആയിരുന്നു. രണ്ടും വെറുതെ. മൾബറി ആണെങ്കിൽ ഫസ്റ്റത്തെ ഒന്നല്ല കേട്ടോ. ഒരുപാട് മൾബറി ഇതിന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു പ്രാവശ്യം മൾബറി ഉണ്ടാവുന്നുള്ളൂ കേട്ടോ. പക്ഷെ അല്ലാതെ പഴുത്ത് പറിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് പോവണേ.